നമ്മൾ സ്കാൻഡിനേവിയൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഖത്തർ എയർവേസിലാണ് പോകുന്നത്. ഖത്തർ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. അങ്ങനെ ഖത്തർ എയർവേസിൽ നമ്മൾ കയറിയിരുന്നു. നല്ല വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് കണ്ട നല്ല വലിയ സ്ക്രീനുണ്ട്, ടി വി മൂവീസൊക്കെ കാണാൻ. അതിന് ഇയർഫോൺ ഉണ്ട്, നല്ല സോഫ്റ്റായിട്ടൊരു പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ ടി വിയിൽ സ്ക്രീനിലും കൂടി കാണിക്കുന്നതുകൊണ്ട് നല്ല സൗകര്യമായിട്ട് എല്ലാവർക്കും കാണാം. അങ്ങനെ ടേക്ക് ഓഫൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ് ഖത്തർ എയർവേസിലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തർ എയർവേസിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണേ. അപ്പോൾ എന്തൊക്കെ ഉണ്ട് നോക്കാം. നമുക്ക് നല്ല ഒരു സ്ട്രോബെറി യോഗേർട്ട് ഉണ്ട്, കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ നമ്മളെ ഈ പപ്പായയും പിന്നെ ഗ്രേപ്സും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡും ബട്ടറും ഉണ്ട്. പിന്നെ ഇതാണ് അവരുടെ മെയിൻ കോഴ്സ്. നമ്മുടെ ഈ റോട്ടിയാണ് കേട്ടോ, പൊറോട്ട. നമ്മൾ നല്ല ലെയർ ചെയ്തിട്ടുള്ള പൊറോട്ടയാണ്, വീറ്റ് പൊറോട്ടയാണ്. ഒരു ഇന്ത്യൻ ഫുഡിൻ്റെയൊക്കെ ഒരു ടച്ച് ഉണ്ട്. പിന്നെ മീറ്റ് ബോൾസ് കേട്ടോ, നല്ല ചിക്കൻ മീറ്റ് ബോൾസാണ്. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്. പിന്നെ ഒരു ടൊമാറ്റോൻ്റെ കറിയും ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സംഭവം, നല്ല ടേസ്റ്റി അടിപൊളി സാധനമായിരുന്നു. ഈ പൊറോട്ടയൊക്കെ അറബ്സ് കഴിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ വിചാരിച്ചത് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പൊറോട്ട, ലെയർ ചെയ്ത പൊറോട്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സംഭവം നല്ല കിഡിലും ടേസ്റ്റാണ്. പിന്നെ ഒരു ക്രോയിസൻ്റ് ഉണ്ട്, ബട്ടർ ക്രോയിസൻ്റ്, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പിന്നെ ചപ്പാത്തി പോലെ ഇങ്ങനെ പരന്നിട്ടുണ്ട് കേട്ടോ. കുടിക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ഡ്രിങ്ക്സും ഉണ്ട്, ഓറഞ്ചും ആപ്പിളും ഏത് വേണമെങ്കിലും നമ്മുടെ ചോയ്സിന് നമുക്കെടുക്കാം. പിന്നെ ക്രോയിസൻറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ ബട്ടറുണ്ട്. അങ്ങനെ നല്ല സ്പൂണും ഫോർക്കും ഒക്കെ നമുക്ക് കഴിക്കാനുണ്ട്. ഒരു ബോട്ടിൽ വാട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ഡ്രിങ്ക്സൊക്കെ അൺലിമിറ്റഡായിട്ട് നമുക്ക് കിട്ടും. ഏത് ജ്യൂസ് വേണമെങ്കിലും, ഇനി ടിൻഡ് ഫുഡ് വേണമെങ്കിൽ അതുണ്ട് കേട്ടോ. ടിൻഡായിട്ടുള്ള നമ്മുടെ ക്യാൻസൊക്കെ 7up, മിറിൻ്റെ അങ്ങനത്തെ ക്യാൻസൊക്കെ ഉണ്ട്. ഇനി ബിയറും വൈനൊക്കെ കഴിക്കുന്നവർക്ക് അതും ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് നമ്മുടെ പൊറോട്ട ഇതിലൊക്കെ കൂടെ ഒരു ടൊമാറ്റോ കറി ഉണ്ട്. ടൊമാറ്റോ കറിയിലൊക്കെ ഒന്ന് മുക്കി കഴിച്ച് നോക്കി കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. മീറ്റ് ബോൾസും അതെ, നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെ അതൊക്കെ കഴിച്ചു. ഈ കൂടെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ തന്നിട്ടുള്ള ഈ സ്ക്രാമ്പിൾഡേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം അത്യാവശ്യം സ്പൈസിയാണ്, നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്ക്രാമ്പിൾഡേക്കൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊറോട്ട ടൊമാറ്റോ കറിയുടെ ഗ്രേവിയിലൊക്കെ ഒന്ന് മുക്കി കഴിക്കാം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഗ്രേവിയാണ്, നല്ല അത്യാവശ്യം സ്പൈസിയൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ഗ്രേവി. അങ്ങനെ അതിൽ മുക്കി നമ്മൾ പൊറോട്ടയൊക്കെ കംപ്ലീറ്റ് കഴിച്ചു. പിന്നെ നമുക്കിനി യോഗേർട്ട് കഴിക്കാം. ഈ യോഗേർട്ട് എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യോഗേർട്ടാണ് ഈ സ്ട്രോബെറി യോഗേർട്ട്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറേ ചെറിയ ചെറിയ സ്ട്രോബെറി പീസസും നട്ട്സിൻ്റെ പീസസും എന്തൊക്കെയോ അതിലുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ പപ്പായയും ഗ്രേപ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് കളറിൽ, ഇത് ആപ്പിളും അല്ല, ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട്. യൂറോപ്യൻ കൺട്രീസിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോയപ്പോഴും അവിടേക്ക് ഈ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഖത്തർ വഴി കണക്ഷനാണ്, ഫിൻലാൻഡിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഫിൻലാൻഡിലെ ഹെൽസിൻകി എയർപോർട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ഖത്തർ എയർവേസിൽ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ലഗേജൊക്കെ നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ നേരിട്ട് ഫിൻലാൻഡ് ഹെൽസിൻകിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇനി അവിടെ നിന്ന് കളക്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഖത്തറിൽ ഒന്ന് ഇറങ്ങി. നല്ല ഗ്രീനറിയൊക്കെ ഉള്ള നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫിൻ എയറിൽ, അത് ഖത്തർ എയർവേസിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണെന്ന് കേട്ടോ. അങ്ങനെ ഫിൻ എയറിൽ നമ്മൾ ബോർഡ് ചെയ്തു കേട്ടോ. ഹെൽസിൻകി എന്ന് പറഞ്ഞ എയർപോർട്ടിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതും മാപ്പും ഒക്കെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണിക്കാം. വലിയ സ്ക്രീനൊക്കെ കാണണ്ടായിരുന്നു കേട്ടോ. മെനുവും ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ. മെനു ഒക്കെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാം. ഇങ്ങനെ പോകണം, വേയും മാപ്പും റൂട്ടും ഒക്കെ കാണണ്ടേ. 2 കോഴ്സായിട്ടാണ് അവർ മെനു സെർവ് ചെയ്യുന്നത്. ടേക്ക് ഓഫിന് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഫസ്റ്റ് മെയിൻ കോഴ്സ് തരും, പിന്നെ ലാസ്റ്റ് ഒരു സ്നാക്ക് തരും എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫിൻ എയറിൽ. ഇങ്ങനെ ഖത്തറൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് ഖത്തർ കണ്ടു. ഖത്തർ കൂടി ആദ്യമായിട്ടാണ് വരുന്നത്. ഖത്തറൊക്കെ നമ്മളിങ്ങനെ വിൻഡോ സീറ്റിൽ കൂടി പോയി കറക്റ്റ് കുറേ മണലും മരുഭൂമിയും ഒക്കെ കണ്ടു കേട്ടോ. നല്ല ഒരു സ്ക്രീനിലുള്ള ഇയർഫോണും ഒക്കെ ഉണ്ട്. അങ്ങനെ ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡ് എത്തി കേട്ടോ. ഏകദേശം ഫസ്റ്റ് നമുക്ക് ഖത്തർ എയർവേസിൽ തന്ന പോലെ തന്നെ കുറച്ച് ഗ്രെയിൻസ് ഉള്ള മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സിൽ ഓറഞ്ച് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. പിന്നെ കട്ട് ആപ്പിൾ, ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ആപ്പിൾ കേട്ടോ. കാണാൻ നല്ല ലുക്കുണ്ട്. ഏതൊരു ബ്രാൻഡിൻ്റെയാണ്. ഫുഡ് പിന്നെ സെയിം സാധനമായിരുന്നു. മീറ്റ് ബോൾസും സ്ക്രാമ്പിൾഡ് എഗ്ഗും ടൊമാറ്റോൻ്റെ കറിയും വീറ്റ് പൊറോട്ടയൊക്കെ. പിന്നെ 7up ഒക്കെ നമ്മൾ വാങ്ങി. 7up മിറിൻ്റെ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കിട്ടും. ആപ്പിൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കട്ട് ചെയ്ത കളറൊന്നും മാറിയിട്ടില്ല. നമ്മൾ കുറച്ച് നേരം ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചാൽ കളർ മാറുമല്ലോ. ഇത് കളറൊന്നും മാറാതെ നല്ല കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ്ലി വൈറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മെനു ഒക്കെ കംപ്ലീറ്റ് ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് കോഫിയോ ജ്യൂസോ പിന്നെ മഫിനോ ഒക്കെ കിട്ടും കേട്ടോ. ഒരു സ്നാക്കും കിട്ടും.
ഒരു ബ്ലൂബെറി മഫിൻ കിട്ടി. ബ്ലൂബെറി മഫിൻ ഭയങ്കര സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസും വാങ്ങി, ഒരു കോഫിയും വാങ്ങി കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഫിൻലാൻഡിൽ ലാൻഡ് ചെയ്യാണ്. ഫിൻലാൻഡിൽ ഹെൽസിൻകി എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഹെൽസിൻകിയാണ്. ഒരു സ്കാൻഡിനേവിയൻ ട്രിപ്പാണ്. 4 കൺട്രീസാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. ഫിൻലാൻഡും നോർവേയും ഡെൻമാർക്കും പിന്നെ സ്വീഡനും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നല്ല തണുപ്പാണ് ഫിൻലാൻഡിൽ. ഒരു 1 ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴുള്ള ടെമ്പറേച്ചർ കേട്ടോ. രാത്രിയൊക്കെ -5 വരെയൊക്കെ പോകുന്നതാണ് പറഞ്ഞ്. ഏതായാലും നമ്മൾ ഫുൾ ത്രിൽഡായി നിൽക്കുകയാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മളെല്ലാ വീഡിയോസും ഓരോ കൺട്രീസിൻ്റെയും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂടെ എല്ലാവരും വരിക സ്കാൻഡിനേവിയൻ കൺട്രീസ് ഫുള്ള് കാണാൻ. കണ്ടോ, ഫുള്ള് ഗ്രീനറിയാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ ഒരു വിൻ്റർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവർ സമ്മർ തുടങ്ങുകയാണ് ശരിക്കും. അതുകൊണ്ട് മരങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ ഇല കൊഴിഞ്ഞ് നിൽക്കണ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ശരി.